നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുകൾ, പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്ക് വിനോദകരമാകുന്ന തരത്തിൽ പാർക്കുകൾ വേണമെന്നുള്ള പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യപ്പെടുന്നത് അങ്ങ് ഡൽഹിയിൽ നിന്നാണ്. അത്തരമൊരു അമൃത് പദ്ധതി നമുക്ക് അനുവദിച്ചു തരികയും ആ പദ്ധതിയെ ഇന്ന് പാലക്കാട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വൈസ് ചെയർമാൻ പറയും. പാലക്കാട് ഒട്ടനവധി പാർക്കുകൾ നമുക്ക് വന്നതിൽ നമ്മുടെ വാർഡിലെ ഈ പാർക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് നഗരസഭ ഒരു പദ്ധതി അനുവദിക്കുന്നു, അതിന് ഫണ്ട് വരുന്നു, അത് വലിയൊരു കാര്യമാണ്, ഇല്ല എന്ന് പറയാം. പക്ഷെ അത് എളുപ്പമാണ്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലമുണ്ടെങ്കിൽ പദ്ധതി അനുവദിക്കാം. പക്ഷേ ആ പ്രദേശത്തെ ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഏറ്റെടുക്കുമ്പോഴാണ് ആ പദ്ധതിക്ക് ജീവൻ വെക്കുന്നത്. അതാണ് ഈ പാർക്കിന് ചുറ്റും ഞാൻ ചെയർമാനും വൈസ് ചെയർമാനും വന്ന സമയത്ത് ഈ പാർക്കിൽ കാണിച്ചു കൊടുത്തതാണ്. ഈ പാർക്കിൽ ആയുർവേദ ചെടികൾക്ക് മാത്രമായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗാർഡന് ആവശ്യമായിട്ടുള്ള ചെടികൾ, മെഡിസിനൽ പ്ലാന്റ്സ് തന്നത് നമ്മുടെ വാർഡിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഹരികൃഷ്ണൻ സാറാണ് ആ പ്ലാന്റുകൾ മുഴുവനും നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് പുറകിലായി കാണുന്ന പൂച്ചെടികളെല്ലാം ഈ വാർഡിലെ വലിയ മനസ്സുള്ള അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പാർക്കിനെ സജീവമാക്കുന്നതിന് വേണ്ടി, ജീവൻ വെപ്പിക്കുന്നതിന് വേണ്ടി ഓരോരോ മനസ്സുകളിലാണ് ഓരോരോ പൂച്ചെടികളായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വാർഡിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന പാലക്കാട് നഗരത്തിലെ 52 വാർഡിൽ ഏക കൃഷിക്കൂട്ടം, വീടുകളിലെ ടെറസ് കൃഷി ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് ഈ സ്റ്റേജിന്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം തന്നു. പക്ഷേ ഇത് പഴയ കൃഷിസ്ഥലമാണ്. 1-2 മഴ ഇടയിൽ പെയ്ത സമയത്ത് കുട്ടികൾക്ക് അവിടെ കളിക്കാൻ സാധിക്കില്ല. ഒരു മഴവെള്ളം കൊണ്ട് കളിമണ്ണായതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇതേ വാർഡിലെ ജനങ്ങളാണ് ഈ കല്ലടിച്ച് കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിലേക്ക് അതിനെ മാറ്റി തന്നത്. അപ്പൊ എങ്ങനെയാണോ സംവിധാനവും ജനങ്ങളും കൗൺസിലറും കൂടി ഒരു പ്രദേശത്തെ വികസനം യാഥാർത്ഥ്യമാക്കുന്നത്, അതിന്റെ ചെറിയ ഒരു രൂപം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കൽപ്പാത്തി വാർഡിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സുദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളോട് എല്ലാവരോടും എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയോടും കേന്ദ്ര സർക്കാരിനോടും ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അഗൈതവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നു മാത്രമല്ല, ഇനിയും തുടർ ദിവസങ്ങളിൽ ഇതേ ഊഷ്മളമായ ഊർജത്തോടു കൂടി തന്നെ ഈ പാർക്കിൻ്റെ സംരക്ഷണം, ഈ പാർക്ക് ഇന്ന് ഒരു വിനോദ കേന്ദ്രമാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു വിജ്ഞാനദായകമായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറണം. ഒരു കൊല്ലത്തിൽ മിനിമം ഒരു 4 എക്സിബിഷനുകൾ പഠന ആവശ്യമായിട്ട്, സയന്റിഫിക് എക്സിബിഷൻ, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് വരുന്ന AI പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രദേശത്തെ സമീപ പ്രദേശത്തെ ആൾക്കാർക്കെല്ലാം വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു സെന്ററായിട്ട് തന്നെ ഈ പാർക്ക് മാറണം എന്നുള്ള ആഗ്രഹം കൂടി എൻ്റെ വാർഡിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.